ബിനിൽ 11 അക്കൗണ്ട് വഴി, ആ 11 അക്കൗണ്ട് എന്ന് പറയുന്നത് കടവന്ത്രയിലുള്ള സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടാണ്. 548 കോടി രൂപ ഇടപാട് നടന്നു എന്നതാണ് ക്രൈംബ്രാഞ്ച് കോടതി അറിയിക്കുന്നത്. അതല്ലാതെ മറ്റ് അക്കൗണ്ടുകൾ, അനന്തുവിൻ്റെ പേരിലുള്ള മറ്റ് അക്കൗണ്ടുകൾ വഴി 143 കോടിയുടെ ഇടപാടും നടന്നു. ഇപ്പോൾ ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന് ആദ്യം തന്നെ വ്യക്തമായിരുന്നതാണ്. ഇപ്പോൾ കൃത്യമായ കുറേ കണക്കുകൾ കൂടി വരുന്നുണ്ട്. ഒരുപക്ഷെ ഇതിനപ്പുറത്തേക്ക് പുതിയ കണക്കുകൾ വരാനുള്ള സാധ്യതയുമുണ്ട്. കൊച്ചിയിൽ നിന്ന് അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്? ഈ സ്ഥാപനത്തിൻ്റെ ഉൾപ്പെടെ പശ്ചാത്തലം എന്താണ്? സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ പേരിലാണ് 11 അക്കൗണ്ടുകൾ ഉള്ളത്. രതീഷ്, ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സിന്റെ പേരിലാണ് എല്ലാ ഇടപാടുകളും നടന്നിരിക്കുന്നത്. ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് നിന്ന് സ്ത്രീകളിൽ നിന്ന് പണം ശേഖരിച്ചത് ഈ അക്കൗണ്ട് വഴിയാണ്. ഈ അക്കൗണ്ട് വഴിയാണ് എല്ലാ ഓപ്പറേഷനും നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിലേക്ക് മാത്രമല്ല പണം വന്നിരിക്കുന്നത്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ പുറത്തേക്ക് വരുമെന്നാണ് ക്രൈംബ്രാഞ്ച് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 700 കോടിക്ക് അടുത്തുള്ള സാമ്പത്തിക ഇടപാടുകളുടെ കണക്കുകൾ ക്രൈംബ്രാഞ്ചിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രാഥമികമായ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ പൂർത്തീകരിക്കുമ്പോൾ അതിനനുസരിച്ച് ഈ തുക ഇനിയും ഉയരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് അനന്തു കൃഷ്ണൻ ഇനി എന്ത് പറയുന്നു എന്നത് തന്നെയാണ്. അനന്തു കൃഷ്ണനെ ചോദ്യം ചെയ്യുന്നതിലൂടെ പോലീസിന്, അതായത് ക്രൈംബ്രാഞ്ചിന് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ. അതോടൊപ്പം തന്നെ സായിഗ്രാമിന്റെ ആനന്ദ് കുമാറിനെ പല കേസുകളിലും പ്രതിയാണ്. പക്ഷേ ആനന്ദ് കുമാറിന്റെ അറസ്റ്റ് ഇപ്പോഴും വൈകുകയാണ്. അനന്തു കൃഷ്ണനെ ചോദ്യം ചെയ്ത് ആനന്ദ് കുമാറിന്റെ ബന്ധവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. അതിനുശേഷം ലഭിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന് 2 ദിവസം കൊണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ നടന്ന ഇടപാടുകൾ അത് അന്വേഷിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ജയൻ, ഒരുപക്ഷെ ഈ 60,000-ഉം ഈ 56,000 എന്ന് പറയുന്നത് ലാപ്ടോപ്പും അല്ലെങ്കിൽ സ്കൂട്ടർ വാങ്ങാൻ വേണ്ടി ഓരോരുത്തർ നൽകിയ പണമായിരിക്കും. ഈ 435-ഉം ഇത്രയും കണ്ടാൽ മതിയാകില്ല. കാരണം കൊച്ചിയിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ മാത്രം 1200 ആളുകൾ പരാതിയുമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തുക അല്ലെങ്കിൽ ഇത്രയും തുകയുടെ കണക്ക് കണ്ടാൽ പോരാ, അതിൽ കൂടുതലുണ്ടാകും സ്വാഭാവികമായും. തീർച്ചയായിട്ടും ഇതിപ്പോൾ ഈ കോടതിയിൽ ക്രൈംബ്രാഞ്ച് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന തുക അത് 56,000-ഉം 60,000-ഉം അത് ഇരുചക്ര വാഹനങ്ങൾക്ക് വേണ്ടി മാത്രം കൈമാറിയിട്ടുള്ളതാണ്. ലാപ്ടോപ്പ്, അതോടൊപ്പം തന്നെ തയ്യൽ മെഷീൻ, മറ്റ് കാർഷിക ഉപകരണങ്ങൾ, ഇതിനൊക്കെ പണം കൈപ്പറ്റി അല്ലെങ്കിൽ പണം സമാഹരിച്ചിട്ടുണ്ട്. അങ്ങനെ തട്ടിപ്പ് നേരിട്ട നിരവധി ആളുകളുണ്ട്. കൂടുതൽ പേരും പരാതി നൽകിയിരിക്കുന്നത് ഇരുചക്ര വാഹനം ലഭിക്കാത്തവരാണ് എന്നുള്ളതാണ്. മറ്റ് ലാപ്ടോപ്പ്, വീട് നിർമ്മിക്കുന്നതിന് സഹായം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം സമാഹരിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. ആ പണമൊക്കെ ഈ കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ല. അങ്ങനെ ആ പണം കൂടി ഉൾപ്പെടുമ്പോൾ ഒരുപക്ഷെ 1000 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഈ കണക്കുകൾ ഉയരാൻ തന്നെയാണ് സാധ്യത. നിലവിൽ ക്രൈംബ്രാഞ്ച് കൊടുത്തിരിക്കുന്ന കണക്കനുസരിച്ച് ഈ 56,000 രൂപയും 60,000 രൂപയും അത് ഇരുചക്ര വാഹനങ്ങൾക്ക് വേണ്ടി മാത്രം സമാഹരിച്ചതാണ്. ആ കണക്കുകളാണ് ഏതാണ്ട് 25,000 പേരുടെ കണക്കുകളിലേക്ക് എത്തുന്നത്. അതായത് സംസ്ഥാനത്ത് ഇതുവരെ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ഇരുചക്ര വാഹന തട്ടിപ്പിന് ഇരയായവർ മാത്രം 25,000 പേർ വരും എന്നാണ് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. ഇതിൽ കുറേ പേർക്കൊക്കെ വാഹനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന് കൃത്യമായ വിവരമില്ല. പക്ഷേ ഏതാണ്ട് 25,000 പേരിൽ നിന്ന് ഇരുചക്ര വാഹനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം സമാഹരിച്ചിട്ടുണ്ട്. അത് 60,000 രൂപയും 56,000 രൂപയും ആണ് സമാഹരിച്ചിരിക്കുന്നത്. ആ കണക്കുകളാണ് ക്രൈംബ്രാഞ്ച് നൽകിയിരിക്കുന്നത്. ഇനി വേറെയും പല പദ്ധതികൾ ഇടുക്കി ജില്ലയിലടക്കം പല പദ്ധതികളും നടത്തിയിട്ടുണ്ട്. അത് തയ്യൽ മെഷീൻ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഗൃഹോപകരണങ്ങൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം പറ്റിയിട്ടുണ്ട്, കാർഷിക ഉപകരണങ്ങൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം പറ്റിയിട്ടുണ്ട്. മറയൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വീട് നിർമ്മിച്ച് നൽകാൻ സഹായം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് പണം പറ്റിയിട്ടുണ്ട്. അങ്ങനെ നിരവധി തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കണക്കുകളൊന്നും ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഇന്ന് നൽകിയ കസ്റ്റഡി റിപ്പോർട്ടിൻ്റെ ഭാഗമായി ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൂടി ചേരുമ്പോൾ വിപുലമായിട്ടുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടിവരും എന്ന് തന്നെയാണ്. എന്തായാലും ആ കാര്യത്തിൽ കൂടി ക്രൈംബ്രാഞ്ച് പറയുന്നത് കൂടുതൽ പ്രതികളുണ്ടോ എന്ന് തീർച്ചയായിട്ടും ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നുണ്ട്. കൂടാതെ ഈ പണം ഉപയോഗിച്ച് അനന്തു കൃഷ്ണൻ നടത്തിയ ഇടപാടുകൾ അതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഈ 548 കോടി രൂപ എന്ന് പറയുന്നത് ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ 11 അക്കൗണ്ടുകൾ വഴി വന്ന പണമാണ്. മറ്റ് 10 അക്കൗണ്ടുകൾ വേറെയുണ്ട്. അപ്പോൾ ആ അക്കൗണ്ടുകൾ വഴി എത്രയൊക്കെ പണം വന്നിട്ടുണ്ട് എന്നതൊക്കെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കണക്കുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിനാണ് ഇപ്പോൾ കസ്റ്റഡി ആവശ്യപ്പെട്ടത്. 2 ദിവസത്തിന് കസ്റ്റഡിയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ മൂവാറ്റുപുഴ ജുഡീഷ്യൽ പറയുന്നത് പോലെ തന്നെ ഇത് കസ്റ്റഡി അപേക്ഷയിൽ ക്രൈംബ്രാഞ്ച് നൽകുന്ന കണക്ക് മാത്രമാണ്. അതിൽ കൂടുതൽ സ്വാഭാവികമായും 1000 കോടി എന്നാണ് നമ്മൾ ആദ്യം കേട്ടത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അക്കൗണ്ടിലേക്ക് എത്തിയ തുക, അത് എങ്ങോട്ട് പോയി എന്നുള്ളത്
എന്നുള്ളത് കൂടി ഇനി അറിയേണ്ടതുണ്ട്.